ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് നല്ല ഒരു നാടൻ അച്ചിങ്ങപ്പാൻ്റെ റെസിപ്പിയാണ്. ഇത് നല്ല സിമ്പിളായിട്ടുള്ളൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ലാസ്റ്റ് വരെ കാണണം കേട്ടോ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 10-12 ചെറിയുള്ളിയും ഒരു 5-6 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് വേണ്ടി ഞാനൊരു 1/2 കിലോ അച്ചിങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഒരു 10-12 ചെറിയുള്ളി, ഒരു കുടം വെളുത്തുള്ളി, ഒരു 5-6 പച്ചമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇടിച്ച മുളക്, പിന്നെ കുറച്ച് വേപ്പില, ഉപ്പ്, ഇത്രയും മതി. ഇനി ഉള്ളിയും പച്ചമുളകൊക്കെ മൊരിയുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഇടിച്ച മുളക് പൊടി ഇടണം. അതും ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ഒടിച്ചു വെച്ചിരിക്കുന്ന അച്ചിങ്ങ ഉണ്ടല്ലോ, അതൊരു 1/2 കിലോ അച്ചിങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇടാം. കൂടെ വെളുത്തുള്ളിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒട്ടും വെള്ളം വേണ്ട കേട്ടോ. ഈ അച്ചിങ്ങയിൽ നിന്ന് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങിക്കോളും. എന്നിട്ടത് മൂടി വെച്ച് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാം. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നമ്മൾ ഒട്ടും വെള്ളം ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊരു 4-5 മിനിറ്റ് കൊണ്ടുതന്നെ പെട്ടെന്ന് കുക്കാവട്ടെ. ഇത് പച്ചക്കറി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ നമ്മൾ വെള്ളം ഒട്ടും ആഡ് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ആ ഗ്രീൻ കളറൊന്നും പോവുകയില്ല. അതുപോലെ അതിൻ്റെ ന്യൂട്രീഷ്യസ് കോണ്ടൻ്റ് ഒന്നും നഷ്ടപ്പെടുകയുമില്ല. അതിപ്പോൾ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇതോടെ നമ്മുടെ അച്ചിങ്ങ റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. Thank you for watching.